എല്ലാവർക്കും നമസ്കാരം. ആദ്യം ഈ പരിപാടിയിൽ പങ്കെടുക്കാനും എല്ലാവരെയും കാണാനും സാധിച്ചതിലുള്ള അതിയായ സന്തോഷം അറിയിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് അച്ഛനും അമ്മയും പോസ്റ്റൽ ജീവനക്കാരായതുകൊണ്ട് തന്നെ തപാൽ വകുപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുടുംബം പോലെ തന്നെയാണ്. ചെറുപ്പത്തിലൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളും അവധി ദിവസങ്ങളും ഒക്കെ കൂടുതലും ചെലവഴിച്ചിട്ടുള്ളത് മഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലും പരിസരത്തും ഒക്കെ ആയിട്ടാണ്. അത് മാത്രമല്ല, അന്നൊക്കെ നടന്നിരുന്ന തപാൽ കലാമേളകൾ, കുടുംബ സംഗമങ്ങൾ, സമ്മേളനങ്ങൾ ഇതെല്ലാം ചേർന്നതാണ് കുട്ടിക്കാലത്തെ ഓർമ്മകളുടെയൊക്കെ വലിയൊരു ഭാഗം. പക്ഷേ പിന്നീട് പഠനവുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും ഒക്കെ മാറി നിൽക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇത്തരം പരിപാടികളിലൊന്നും സജീവമായി പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വന്തം കുടുംബത്തിലൊരു പരിപാടിയിലേക്ക് തിരിച്ചു വന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ ശരിക്കും തോന്നുന്നത്. അതും ഇങ്ങനെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലായതിൽ അതിയായ സന്തോഷം. അച്ഛനെ സംബന്ധിച്ചിപ്പം എല്ലാവരും സംഘടനാ പ്രവർത്തനത്തിനെ കുറിച്ചും പൊതുപ്രവർത്തകൻ എന്ന രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, പൊതുവെ മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ചും അവരുടെ പ്രവർത്തന രീതിയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും കൃത്യമായൊരു ധാരണ ഉണ്ടെങ്കിലും ഒരു തൊഴിലാളി സംഘടനയിൽ മുഴുവൻ സമയം സംഘടനാ പ്രവർത്തകനായി നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ, അതും പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ വഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രതിസന്ധികൾ നിറഞ്ഞ അല്ലെങ്കിൽ എത്ര വലിയ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ് എന്നുള്ളത് പുറമേ നിന്ന് നോക്കുന്നവർക്ക് പലപ്പോഴും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ കുടുംബം എന്നുള്ള രീതിയിൽ വളരെ അടുത്ത് നിൽക്കുന്നവരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീട്ടിൽ പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടും പലപ്പോഴും എത്രത്തോളം സങ്കീർണമായ പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്, എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടി വരുന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് പലപ്പോഴും അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ തന്നെ വലിയ ആശങ്കയും വേവലാതിയും ഒക്കെ തോന്നുന്ന പല സന്ദർഭങ്ങളും അതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും വളരെ സമചിത്തതയോടെ അതിവൈകാരികമായിട്ട് ഒന്നിനെയും കാണാതെ, സ്വാർത്ഥ താല്പര്യങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ സംഘടന എന്നുള്ള ഒരു ആശയം മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് അത്തരം വലിയ പ്രശ്നങ്ങളെയൊക്കെ അച്ഛൻ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളൊക്കെ അത്ഭുതത്തോടെ എപ്പോഴും നോക്കി നിന്നിട്ടുണ്ട്. പിന്നെ പലരും പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഇങ്ങനെ മുഴുവൻ സമയം പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരാളാവുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ സമയം കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വീട്ടിലെ പരിപാടികളിൽ പങ്കെടുക്കാനോ ഒരച്ഛൻ എന്നുള്ള രീതിയിൽ സാധാരണ കുടുംബത്തിലുള്ള പോലെ ഞങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്നുള്ളത് പലരും സൂചിപ്പിക്കാറും ചോദിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ പഠനവുമായി ബന്ധപ്പെട്ടതാവട്ടെ വ്യക്തിപരമായതാവട്ടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെക്കാൾ കൂടുതൽ ഓർത്തു വയ്ക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും ഒക്കെ എപ്പോഴും അച്ഛനാണ് എന്നുള്ളതാണ് സത്യം. അത് ഏതൊക്കെ തിരക്കുകൾക്കിടയിലായാലും അത്തരം കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ചകളും ഇന്ന് വരെ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് ദൂരെ ആയാലും വീട്ടിലായാലും. ഞങ്ങളുടെ വീട്ടിൽ തന്നെ അച്ഛൻ്റെ കണ്ണും കയ്യും മനസ്സും എത്താത്ത ഒരു മുക്കും മൂലയും ഇല്ല എന്ന് പറയാം. പലപ്പോഴും യാത്രകൾക്ക് പുറകെ യാത്രകളായിട്ടാണ്, തിരക്ക് പിടിച്ച ജീവിതമാണ് ഉണ്ടാവുന്നത്. അതിനിടയിലുള്ള ചെറിയ ഇടവേളകളിൽ 1-2 ദിവസത്തേക്കൊക്കെ ആയിരിക്കും വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ പോലും ഒരു വീട്ടിലൊരു ചെടിയിലൊരു പൂ വിരിഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരു ചെടി വാടിപ്പോയിട്ടുണ്ടെങ്കിലോ അത് ആദ്യം കാണുന്നത് അച്ഛനായിരിക്കും. അത്രയും ദിവസം വീട്ടിൽ തന്നെ താമസിച്ചു കൊണ്ടിരുന്ന ഞങ്ങൾ ആരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഒരു ദിവസം പുലർച്ചെ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി വൈകുന്നേരം തന്നെ അടുത്ത യാത്രയ്ക്ക് പുറപ്പെടേണ്ട സാഹചര്യമൊക്കെ ആയിരിക്കും. ആരായാലും വൈകുന്നേരം വരെ വിശ്രമിച്ച ശേഷം അടുത്ത യാത്ര ചെയ്യാമെന്നായിരിക്കും വിചാരിക്കുക. പക്ഷെ അച്ഛൻ ആ ദിവസവും രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ചെടികൾ നോക്കുക, മുറ്റം വൃത്തിയാക്കുക, വീട് വൃത്തിയാക്കുക, പാചകം ചെയ്യുക, അങ്ങനെ വൈകുന്നേരത്തിനിടയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷമായിരിക്കും അടുത്ത യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്നത്. ഞങ്ങൾക്ക് ഇത്ര ചെറുപ്പമാണെങ്കിൽ പോലും അതിന്റെ പകുതിയെങ്കിലും ഊർജ്ജസ്വലതയും എനർജിയും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങളൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി, തൊഴിലാളികളുടെ അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടിയൊക്കെയുള്ള പോരാട്ടമാണ് ജീവിതം എന്ന് പറയുന്നത് തന്നെ. അച്ഛനെ സംബന്ധിച്ച് വീടിനുള്ളിലും ഇതേ ജനാധിപത്യ ബോധവും തുല്യതാ ബോധവും അവകാശ ബോധവും ഒക്കെ വളർത്തിയെടുക്കാൻ അച്ഛനും ഒപ്പം തന്നെ അമ്മയും എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. കേവലം പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാത്രം ആദർശങ്ങൾ പറഞ്ഞു പോവാന്നുള്ളതിലപ്പുറം വാക്കും പ്രവൃത്തിയും ഒന്നാക്കി ജീവിക്കുക, അതും വലിയ കൊട്ടിഘോഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ പറയുന്ന ആദർശങ്ങളൊക്കെ അതുപോലെ വ്യക്തിജീവിതത്തിലും പ്രാവർത്തികമാക്കുക എന്നുള്ളതിനും അച്ഛനും അമ്മയും ഒക്കെ എന്നും ഞങ്ങൾക്ക് മാതൃകയായിട്ടുണ്ട്.
ഇപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നേരത്തെ ശ്രീ ആലങ്കോടും ഡോക്ടർ രഘുറാമൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ കേവലം രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം എന്നുള്ളതിനപ്പുറം കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും സാഹിത്യവും ഒക്കെ അതിനു കൂടെ ചേർത്ത് വെച്ച് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒഴിവ് സമയങ്ങളിലൊക്കെ സംഗീതം ആസ്വദിക്കുക, പാട്ടുകൾ കേൾക്കുക, അതിനെപ്പറ്റി പഠിക്കുക, അതെഴുതിയവരെ പറ്റി, സംഗീത സംവിധായകരെ പറ്റിയൊക്കെ പഠിക്കുക എന്നുള്ളതൊക്കെ അച്ഛന് പ്രധാനപ്പെട്ട ഒരു വിനോദം തന്നെയാണ്. അപ്പോൾ ഈയിടെ ഇറങ്ങിയതിൽ അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ 4 വരികൾ കൂടി പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എന്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ, നീ എന്റെ തൂവൽ ചേർന്നു കടന്നില്ലേ. പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എന്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ, നീ എന്റെ തൂവൽ ചേലച്ചു കടന്നില്ലേ. അന്തിക്കു വഴിക കഴിച്ചും സീമന്തത്തിൽ ചുണ്ടുവരച്ചും നീ എന്റെ ശ്വാസക്കാറ്റു പകുത്തു കുളിർന്നില്ലേ, അന്തിക്കു വഴിക കഴിച്ചും സീമന്തത്തിൽ ചുണ്ടുവരച്ചും നീ എന്റെ ശ്വാസക്കാറ്റു പകുത്തു കുളിർന്നില്ലേ. മിഴിയിലയിൽ നോവിൻ മഞ്ഞു പൊടിച്ചു പുടർന്നില്ലേ, മിഴിയിലയിൽ നോവിൻ മഞ്ഞു പൊടിച്ചു പുടർന്നില്ലേ. പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എന്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ, നീ എന്റെ തൂവൽ ചേലച്ചു കടന്നില്ലേ. ഇനി എന്നിൽ സ്വപ്നമുള്ള പടത്തില്ലെന്നറിയാം, പനിമതിയായി സ്നേഹനിലാവ് പൊഴിക്കില്ലെന്നറിയാം. ഇനി എന്നിൽ സ്വപ്നമുള്ള പടത്തില്ലെന്നറിയാം, പനിമതിയായി സ്നേഹനിലാവ് പൊഴിക്കില്ലെന്നറിയാം. ചേർത്തു പൊരുക്കില്ലെന്നറിയാം, എൻ പാട്ടിനു നിന്റെ തമ്പുരുമീട്ടില്ലെന്നറിയാം. പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എന്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ, നീ എന്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ. നന്ദി.